നമ്മളെപ്പോലെ കുറെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുറച്ച് വീഡിയോസ് ഇട്ടുകൊണ്ട് ദീപകിന് ഇനി ഒരു നീതി ലഭിക്കില്ലെന്നറിയാം. എങ്കിലും അവൾക്കെതിരെ 4 വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഈ ലോകത്ത് പെണ്ണായിട്ട് ജനിച്ചതിന് ഒരു അർത്ഥമില്ലെന്ന് അറിയാവുന്നതുകൊണ്ടിരുന്ന വീഡിയോ ആണ്. ആ വീഡിയോയിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഫസ്റ്റ് റൈറ്റ് സൈഡിൽ നിന്നിരുന്നവൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയിട്ട് മനഃപൂർവ്വം എടുത്ത വീഡിയോ ആണത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ബാഗുണ്ട്. ആ ബാഗ് മറ്റേ കയ്യിലേക്ക് മാറ്റുന്ന ടൈമിലാണ് ആ മുട്ട് ചെന്ന് അവളുടെ ശരീരത്തെ ടച്ച് ചെയ്യുന്നത്. സത്യത്തിൽ അദ്ദേഹം എന്താണെന്ന് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ മനഃപൂർവ്വം അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ളവര് സോഷ്യൽ മീഡിയയിൽ വീഡിയോ എടുത്ത് വൈറലാക്കുകയാണോ ചെയ്യുക? അവൾക്ക് ആ സമയത്ത് തന്നെ പ്രതികരിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യാം. ശരിയല്ലേ? എന്നിട്ടും വെറും റീച്ചിന് വേണ്ടി വീഡിയോ എടുത്ത് വൈറലാക്കി ആ മനുഷ്യന്റെ ജീവൻ എടുത്തു. ആ അമ്മയുടെ കണ്ണുനീരിന് കണക്ക് പറയാതെ മോളെ നിനക്ക് ഈ ലോകത്തുനിന്ന് പോകാൻ കഴിയില്ല. നീ ചിലപ്പോൾ നിയമത്തിന്റെ പിടിയിൽ നിന്ന് വരുമായിരിക്കും, പക്ഷെ അമ്മയുടെ കണ്ണുനീരിന് കണക്ക് പറഞ്ഞേ പറ്റും. ഇപ്പൊ സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവളെ പോലെ കുറെ പെണ്ണുങ്ങൾ കാരണം ആണുങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഇനി ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റ കാര്യമുള്ളൂ, ലോൺ എടുത്തിട്ടാണെങ്കിലും ഒരു കാറോ ബൈക്കോ മേടിച്ചു. അല്ലാതെ ബസ്സിലൊന്നും മര്യാദയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ കുറെ പെണ്ണുങ്ങൾ ഫോണും തൂക്കി പിടിച്ചങ്ങ് ഇറങ്ങിയേക്കുക. നമ്മളൊക്കെ വീഡിയോ എടുക്കുന്നവരാണ്, പക്ഷെ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി നമ്മളൊന്നും ഇന്നൊരു വീഡിയോസ് എടുത്തിട്ടില്ല. ശരിയല്ലേ? വെറും റീച്ചിന് വേണ്ടി എന്ത് ചെറ്റതരവും കാണിക്കാവുന്ന ലെവലിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പ്രതീക്ഷിക്കാൻ ഒരു വകയുള്ളൂ, നിയമത്തിന്റെ ഭാഗത്തുനിന്ന് അച്ഛനും അമ്മയ്ക്ക് നീതി കിട്ടട്ടെ. അത്രയും പ്രാർത്ഥിക്കാനുള്ളൂ.